ശാന്തഗിരി ആശ്രമത്തിൽ പൂജിത പീഠം സമർപ്പണവും അർദ്ധവാർഷിക കുംഭമേളയും ഇന്ന് നടക്കുകയാണ്. സന്യാസത്തിന് 25 വർഷം പൂർത്തിയാക്കിയ ശാന്തഗിരി ആശ്രമത്തിന് ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ആദരിക്കുന്ന ചടങ്ങും ഇന്നാണ്. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമസ്കാരം. സ്മിതയാണ്, ഹാഷ്മിയുണ്ട് കൂടെ. ഇപ്പോൾ ഇന്നിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നടക്കുക ഈ ഒരു ആഘോഷവേളയിൽ? ഇവിടെ ഈ പൂജിത പീഠം സമർപ്പണം എന്ന് പറയുന്ന ആശ്രമത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയാണ്. എല്ലാ വർഷവും ഫെബ്രുവരി 22-ാം തീയതിയാണത് നടക്കുന്നത്. ഈ ദിവസമാണ് 2001-ലാണ് എനിക്ക് സന്യാസ ദീക്ഷ കിട്ടിയത്. അതിൻ്റെ 25 വർഷങ്ങളുടെ ഒരു ചടങ്ങും ഇതിനോട് അനുബന്ധിച്ച് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പ്രത്യേകത. വൈകുന്നേരം ഈ ആശ്രമ സമുച്ചയത്തെ വലംവെച്ചുകൊണ്ടൊരു കുംഭമേള ഘോഷയാത്രയും അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. സന്യാസത്തിന് 25 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു സാർത്ഥകമായ ജീവിതമായിരുന്നു. സ്വാമി സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളോടും കൃത്യമായ പ്രതികരണങ്ങൾ നടത്തുന്ന ആളാണ്. രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിൽ കൂടി അങ്ങയുടെ പ്രതികരണം വരുമ്പോൾ അതിനൊരു ആത്മീയ തലം ഉണ്ടാവാറുണ്ട്. 25 വർഷത്തെ സന്യാസ യാത്ര എങ്ങനെ ഓർക്കുന്നു? 1/4 നൂറ്റാണ്ടാണത് സ്വാമി. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഭാരത്തോടു കൂടിയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ വന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഓരോരുത്തരുടെയും ആഴവും തൂക്കവുമൊക്കെ. പ്രത്യേകിച്ചും നമുക്കറിയാം, ഞങ്ങളൊക്കെ ആത്മീയ മേഖലയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വിഭാഗീയതയുടെ, മതവൈര്യത്തിൻ്റെ, പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രോശങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അതിന് എതിരായി നിൽക്കുവാൻ കഴിയുന്ന ഒരു സന്യാസ സമൂഹം, അതിപ്പോൾ ഹിന്ദുമതത്തിലാണെങ്കിലും മറ്റു മതങ്ങളിലാണെങ്കിലും, അതിനെ അതിജീവിച്ച് സമൂഹത്തിന് ശാശ്വതമായ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന ഒരിടത്താണ് എന്നെ പോലെയുള്ള ആളുകൾ നിൽക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മുടെ രാജ്യം മതേതരത്വത്തിൻ്റെ ബഹുസ്വരതയുടെ രാജ്യമാണ്. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ, എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും ഒരുപോലെ ജീവിക്കുവാനും അവർക്ക് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ നിലനിർത്തുവാൻ ജനങ്ങൾക്ക് അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനെതിരായുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ സമാധാനത്തിൻ്റെ സന്ദേശം നമ്മളാലാവും വിധം കൊടുക്കുവാൻ എന്നെ പോലെയുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ സെക്കുലറിസത്തിൻ്റെ രംഗത്താണ് പ്രധാനമായിട്ടും പ്രവർത്തിച്ചിട്ടുള്ളത്. ഉറപ്പായും ആ ഉറച്ച ശബ്ദമായി സ്വാമിയുടെ വാക്കുകൾ ഏതൊക്കെ സമയത്ത് സെക്കുലറിസം പ്രശ്നത്തിലാണെന്ന് തോന്നിയപ്പോഴൊക്കെ സെക്കുലറിസത്തിന് ആശ്വാസമായി കൂടി സ്വാമിയുടെ ശബ്ദം ഉയർന്ന എന്ന് പറഞ്ഞാൽ അത് സാത്വികമാണ്, അത് ശാന്തമാണെങ്കിൽ കൂടിയും കരുത്തുറ്റതായി കേട്ടിട്ടുണ്ട് സ്വാമി. അപ്പോൾ നേരത്തെ ഒരു ആഘോഷിക്കാത്ത ഒരു ഓണക്കാലത്തെ പറ്റിയൊക്കെ അങ്ങ് എഴുതി വായിച്ചിട്ടുണ്ട്. അച്ഛൻ വരുമെന്ന് പ്രതീക്ഷിച്ചു. സാധാരണ അച്ഛനാണ് ഓണസദ്യ വിളമ്പി തരാറ്. അച്ഛൻ്റെ മരണമാണ് താങ്കൾ പറഞ്ഞു വെച്ചത്. അപ്പം അങ്ങനെയുള്ള സങ്കടങ്ങൾ, വേദനകളൊക്കെ 25 വർഷത്തിന് മുമ്പ് അങ്ങയുടെ സന്യാസ ജീവിതത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലേ? സാധാരണ നമുക്കറിയാം, ഈ ഹിന്ദു മതത്തിലുള്ള ആളുകൾ സന്യസിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. അതൊക്കെ നമുക്ക് കേട്ടുകേഴ്വിയൊക്കെ മാത്രമേ ഉള്ളൂ. മറ്റു മതങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ച് സന്യാസത്തിന് മഹത്വം കൽപ്പിക്കപ്പെടുന്നു. ഇത് ഹിന്ദുമതത്തിൽ എന്താ പറയുക, ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വാനപ്രസ്ഥത്തിലേക്ക് പോവുക എന്ന് പറയുന്നതാണ് സന്യാസം. ജീവിതത്തിൻ്റെ പ്രഭാതത്തിൽ വാനപ്രസ്ഥത്തിലാകുക എന്ന് പറയുന്നതാണ് നമ്മളുടെയൊക്കെ സന്യാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹിന്ദുമതത്തിൽ ഇതിനെക്കുറിച്ച് കേട്ടുകേൾവി ഒക്കെ മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ സന്യാസിയായ ഒരാളാണ് ഞാൻ 2001-ൽ. അപ്പോൾ എൻ്റെ നാട് ചേർത്തലയിലാണ്. അവിടെയുള്ള ആളുകൾക്ക് പോലും വളരെ വലിയ അത്ഭുതമായിരുന്നു. സന്യാസമാണെങ്കിൽ തന്നെയും നമുക്ക് വലിയ ഗൃഹാതുരത്വമുണ്ട്. ഇപ്പോൾ അച്ഛനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും സ്നേഹിച്ച ആളുകളെക്കുറിച്ചോ ഒക്കെ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്നുള്ളതല്ലല്ലോ സന്യാസം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ ഈ ഭൂമിയിലേക്ക് വരുവാൻ പര്യാപ്തമായ നിലയിൽ നമ്മളെ പ്രാപ്തമാക്കിയ അങ്ങനെയുള്ള ശക്തികളോടുള്ള ആദരവും സ്നേഹവുമാണ് ഗുരുത്വമെന്ന് ഞാൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.